അതെ, ഇന്ന് മീഡിയ വൺ വിഷയത്തിന് കൊടുത്ത തലക്കെട്ടാണ് സെൽ ഭരണമോ എന്നാണ്. മറ്റൊന്ന് ചർച്ചയ്ക്കിരിക്കുന്ന പാനലിലുള്ള വിവിധ അംഗങ്ങളുടെ രാഷ്ട്രീയ ആഭിമുഖ്യത്തെ സംബന്ധിച്ചാണ്. അതെല്ലാം പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ആദ്യമേ തന്നെ വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തെ നടുക്കിയ സംഭവമെന്ന് ആങ്കർ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. കേരളത്തെ നടുക്കിയ ഒട്ടേറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ നടുക്കം എത്രമാത്രം ഉണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് കോൺഗ്രസ്സിന് തന്നെ ബോധ്യമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 2023 വിഷയത്തിൽ അതിനുശേഷം നിരവധി നിയമസഭാ സമ്മേളനങ്ങൾ ചേർന്നിട്ടും ഒരൊറ്റ സബ്മിഷനോ ഒരടിയന്തര പ്രമേയമോ ഇതുപോലെ ഒരു വിഷയത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു നടുക്കവും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടായില്ല എന്നത് നാം കാണേണ്ടതുണ്ട്. ഏതെല്ലാം വിഷയങ്ങളിലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്? എത്ര അടിയന്തര പ്രമേയം കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ അനുവദിച്ചു? എന്ത് സമീപനമായിരുന്നു കോൺഗ്രസിൻ്റേത്? ഞാൻ പറയുന്നത് ഒരു വിഷയത്തെ നിസ്സാരമായി കാണാനല്ല, നടുക്കത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അങ്ങ് ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ സഭയിൽ ഉണ്ടായിരുന്നയാളാണ്. അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, അങ്ങ് ഈ ചർച്ച നടക്കുമ്പോൾ സഭയിൽ ഉണ്ടായിരുന്നയാളാണ്. ഈ വിഷയം സേവ്യർ ചിറ്റിലപ്പള്ളി ഉന്നയിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് അതിന് മറുപടിയും പറഞ്ഞിട്ടുള്ളതാണ്. RTA ആക്ടിന്റെ പവർ കൊണ്ടാണ് ഇന്നിത് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇത് പുറത്തു വരില്ല. ഇപ്പോഴും നമ്മളാരും ഇത് വിശ്വസിക്കില്ല. എന്തൊരു ക്രൂരമായ മർദ്ദനം! അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരേണ്ടേ? അതിനു മുൻപ് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു. ആരെങ്കിലും വിചാരിക്കുമോ ഒരു നിസാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുമെന്ന്? അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം CCTV ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചത് പോലീസാണ്. ഇതിൽ കൃത്യമായ മറുപടിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഈ അക്കമിട്ട് നിരത്തിയ സഭാ സമ്മേളനങ്ങളിൽ ഈ വിഷയം വന്നില്ല എന്നതിന്? കഴിഞ്ഞോ എന്നാ ഞാൻ പറയാം. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വക്കാലത്തെടുക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ പ്രതിപക്ഷം തെളിവുകൾ നിരത്തി CCTV ഫുട്ടേജ് വെച്ചിട്ടാണോ കേരളത്തിൽ അടിയന്തര പ്രമേയം സബ്മിഷനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്? ഏത് വിഷയത്തിലാണ് സബ്മിഷൻ അനുവദിച്ചിട്ടുള്ളത്? ഏതൊക്കെ വിഷയത്തിലാണ് കോടതി പോയിട്ടുള്ളത്? ഇവിടെ ആളുകൾക്ക് കോവിഡ് കാലത്ത് കിറ്റ് കൊടുക്കുന്നത് മുടക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി പോയവരാ. ഏതെല്ലാം വിഷയത്തിൽ കോടതി പോയെന്ന്? പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് ഒരു പരാതി കൊടുത്തോ? ഒരു സംവിധാനമല്ലേ അത്? ഞാൻ പറയുന്നത് ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ചെയ്തിയെ ന്യായീകരിക്കാനല്ല. കോൺഗ്രസ് എത്രമാത്രം നടുക്കത്തോടെയാണ് താങ്കൾ പറഞ്ഞ ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മാത്രമാണോ മാർഗം? തെളിവുകൾ CCTV ഫുട്ടേജ് കിട്ടിയാൽ മാത്രമേ പോലീസിനെതിരെ കോൺഗ്രസ് സമരം എടുക്കുകയുള്ളൂ, പ്രക്ഷോഭം എടുക്കുകയുള്ളൂ? കഴിഞ്ഞ 9 കൊല്ലത്തെ ചരിത്രം നമുക്ക് നോക്കാം. അത് നമുക്ക് വേറൊരു ഡിബേറ്റ് വയ്ക്കാം. കോൺഗ്രസ്സിന് തെളിവ് വേണോ? കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ബോധ്യമുള്ളൊരു കാര്യം, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, ആ വിഷയം അത്രമാത്രം നടുക്കമുണ്ടാക്കുന്നതല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കോൺഗ്രസ്സിന് പോലും. അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എങ്ങനെ പറയണമായിരുന്നു എന്നാണ് അങ്ങ് ചോദിച്ചത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇദ്ദേഹം 11 കേസുകൾ പ്രതിയാണെന്ന വിവരം എങ്ങനെ അറിയും പൊതുസമൂഹത്തിന്? എന്താ അത് പറയുന്നതിൽ തെറ്റ്? ആ കേസുകൾ ഇല്ലാത്ത കേസൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രതിയായ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതല്ലേ? അതല്ലേ കേരളത്തിൽ നമ്മൾ കാണേണ്ട, നാം കൃത്യമായി വിലയിരുത്തേണ്ട ഒരു കാര്യം. ഇടതുപക്ഷവും UDFും കേരളത്തിൽ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് വിവിധ വിഷയങ്ങളിൽ ഉയർന്നു വരുന്ന ഇവിടിപ്പോ അങ്ങ് പറയുകയുണ്ടായി 11 കേസുകൾ എന്നത് രഹസ്യമായി വെക്കേണ്ടതാണോ എന്ന്. ഒരു സംശയവും വേണ്ട, 11 കേസുകൾ എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷെ അവിടെയാണ് അനിൽ അക്കരെ ചോദിക്കുന്നത്. അങ്ങടക്കം പൊതുപ്രവർത്തനം നടത്തുമ്പോൾ കേസുകളിൽ പ്രതിയാകുന്നുണ്ടല്ലോ, അത് ഒരാളെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് എന്ന വ്യംഗ്യത്തോടെ എന്തിന് അവതരിപ്പിക്കണം? ഇനി അതുകൂടാതെ എങ്ങനെയാണ് ആ വാചകം തുടങ്ങുന്നതെന്ന് നോക്കൂ. കുന്നംകുളം, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ക്രിമിനലിനെ പോലെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണോ സുജിത്ത്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ അനിലക്കര പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള എത്രയോ പേരെ പറ്റി ഇങ്ങനെ അവതരിപ്പിക്കേണ്ടി വരും. അല്ല, വിവിധ കേസുകളിൽ പ്രതിയായ ആളെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നവർ എന്താ തെറ്റ്?
അതിലെ വ്യംഗ്യമാണ് പറഞ്ഞത്. ഇത്രയും കേസുകളിൽ വിവിധ പ്രതിയായിട്ടുള്ള കേസുകളിൽ ഒരാളാണെങ്കിൽ അതാണ് പറയുന്നത് ശ്രീ പ്രേംകുമാർ. വിവിധ കേസുകളിൽ അതിലൊരു പ്രതിയായ ക്രിമിനൽ എന്ന് എന്ന പറയുന്നതിൽ സ്വഭാവത്തിലാണ് നിങ്ങൾ എന്താണ് തെറ്റ്? അവതരിപ്പിക്കുന്നത്. ഇനി ഈ പറയുന്ന കുന്നംകുളത്ത് ഇത്ര ഭീകരമായ അത് നിങ്ങൾ നൽകുന്ന തേർവാഴ്ച വ്യാഖ്യാനമല്ലേ? അങ്ങൊന്ന് നിങ്ങൾ കേൾക്കൂ. എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനം അങ്ങൊന്ന് നൽകുന്നത്? കേൾക്കൂ. ഞാനിപ്പോ ഇവിടെ ഈ സംസാരിക്കാൻ പറയുന്ന തുടങ്ങിയ ഓരോ ഇവിടെ ഈ രണ്ട് പറയുന്ന മിനിറ്റിലും അങ്ങ് കുന്നംകുളത്തെ ഇടപെടുകയാണ്. സംഭവത്തിന്റെ എനിക്കതിൽ വിരോധമില്ല. കാരണം ഞാനത് കുന്നംകുളത്തെ ഒരു introduction സംഭവത്തിന്റെ നൽകിയിട്ടുണ്ട്. കാരണമായി പറയുന്നത് ഈ പോലീസിനെ പ്രകോപിപ്പിച്ചു, അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി, അവരെ മർദ്ദിച്ചു, കയ്യേറ്റം ചെയ്തു എന്നൊക്കെയാണല്ലോ. ഈ വിഷയത്തിൽ റോജി എം ജോൺ സംസാരിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം സംസാരിച്ച സേവ്യർ ചിറ്റിലപ്പള്ളി പോലും ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന 2 വാചകങ്ങൾ ഞാൻ പറയാം. DYFI മേഖലാ സെക്രട്ടറിയെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന വിഷയമാണല്ലോ. അതിൽ സേവ്യർ ചിറ്റിലപ്പള്ളി പറയുകയാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാച്ച് തകർന്നിട്ടുണ്ട്. ഇതാണോ ഈ VS സുജിത്ത് അഴിച്ചുവിട്ട കൊടിയ മർദ്ദനം പോലീസിന്റെ നേർക്ക് ശ്രീ പ്രേംകുമാർ? ഞാൻ പറയുന്നതേ, സുജിത്തിന് നേർക്ക് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പോലീസിന് നേരെ സുജിത്ത് നടത്തിയിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ചല്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം താങ്കളൊന്ന് മനസ്സിലാക്കൂ, ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. 2 തവണ താങ്കൾ ഇന്ററപ്റ്റ് ചെയ്തു. ഇനിയും താങ്കൾക്ക് ഇടപെടാം, താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ വിളിച്ച ചർച്ചയ്ക്ക് വന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്നെ ഒന്ന് പറഞ്ഞ് മുഴുവനാക്കാൻ അനുവദിക്കൂ. ഞാൻ ഒരാൾ പറഞ്ഞതിന് ഞാൻ എൻ്റെ ഭാഗം, എൻ്റെ പാർട്ടി എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയ എൻ്റെ ബോധ്യമുള്ള ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിത് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആരാണ്? അങ്ങനെ കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ പോലീസിനെതിരെ പോലീസ് ചെയ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ആരാണ്? ആ ഗവൺമെൻറ്റുകൾ ഏതാണ്? ഉയർന്നു വരുന്ന വിഷയത്തിൽ പോലീസ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് പിണറായി സർക്കാരിനില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ചർച്ച അവസാനിപ്പിക്കണം എന്നുള്ള ധാരണയിലാണ് അങ്ങ് ഇടപെടുന്നെങ്കിൽ ഞാൻ പറയാം. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം. പോലീസ് ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ആ ഇടപെടുന്ന വിഷയത്തിൽ പോലീസ് ചെയ്ത എന്ത് തെറ്റിനെയും ന്യായീകരിക്കുന്ന ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റിനില്ല. അതുകൊണ്ട് ചർച്ച ചെയ്യാം ശ്രീ പ്രേംകുമാർ, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അത് വിടുകയല്ല ഞാൻ, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ ഈ പറയുന്ന കുന്നംകുളത്ത് വെച്ചിട്ട് നടന്ന ഈ കൊടിയ മർദ്ദനം, അതിന് കാരണമായി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ മഹാകാര്യങ്ങൾ 2 ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിച്ചു. ഒരു പോലീസുകാരനെ പിടിച്ച് തള്ളിയെന്ന്, അയാളുടെ വാച്ച് തകർന്നു എന്ന്. ഇതാണോ ഈ VS സുജിത്തിനെ ഇങ്ങനെ മാറി മാറി 5 പേർക്ക് ഭേദ്യം ചെയ്യാനുള്ള ന്യായമായ കാരണം?